ഹരി ഓം. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധത്തിലെ 4-ാം അധ്യായത്തിലെ 26-ാം ശ്ലോകം മുതൽ. മാ ഭൈഷ്ടവിബുധശ്രേഷ്ഠ സർവേഷാം ഭദ്രമസ്തു വഃ മദ്ദർശനം ഹി ഭൂതാനാം സർവശ്രേയോപപത്തയേ. മാ ഭൈഷ്ടവിബുധശ്രേഷ്ഠ സർവേഷാം ഭദ്രമസ്തു വഃ മത് ദർശനം ഹി ഭൂതാനാം സർവശ്രേയോപപത്തയേ. എല്ലാ ദേവശ്രേഷ്ഠന്മാരെ, നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട. എല്ലാവർക്കും മംഗളമുണ്ടാകട്ടെ. ഈ എല്ലാ ജീവികൾക്കും എന്നെ സംബന്ധിച്ചുള്ള എന്നെക്കുറിച്ചുള്ള അറിവ്, ദർശനം, ജ്ഞാനം ഇതെല്ലാം എല്ലാ ഉത്കർഷങ്ങളെയും ജനിപ്പിക്കുന്നു. ശ്രേയസ് നമുക്ക് വളരെയധികം ഉന്നമനം ഉണ്ടാകുന്നു. ജ്ഞാതമേതസ്യ ദൗരാത്മ്യം ദൈതേയാപസദസ്യ ച തസ്യ ശാന്തിം കരിഷ്യാമി കാലം താവത് പ്രതീക്ഷത. ജ്ഞാതമേതസ്യ ദൗരാത്മ്യം ദൈതേയാപസദസ്യ ച തസ്യ ശാന്തിം കരിഷ്യാമി കാലം താവത് പ്രതീക്ഷത. വളരെ അസുരനായ അവൻ്റെ ദുഷ്പ്രവൃത്തിയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. അതിനെ ഞാൻ തീർത്തു കൊള്ളാം. എനിക്ക് കുറച്ചൊരു കാലം നിങ്ങൾ ക്ഷമിക്കുക, ഇച്ചിരി നാൾ വെയിറ്റ് ചെയ്യുക. യഥാ ദേവേഷു വേദേഷു ഗോഷു വിപ്രേഷു സാധുഷു ധർമ്മേ മയി ച വിദ്വേഷഃ സവാ ആശു വിനശ്യതി. ഇതിനകത്ത് തിരുത്താനുകളൊന്നുമില്ല, നേരെ വായിച്ചാൽ മതി. എന്നാൽ അവൻ്റെ നാശത്തിനുള്ള കാലം ഏതാണെന്ന് ദേവന്മാരുടെ ആകാംക്ഷയ്ക്ക് ഒരു സാധാരണ നാശകാലത്തെക്കുറിച്ച് പറയുന്നു. ഏതൊരു സമയത്തിൽ ദേവന്മാരിലും വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളിലും, അതായത് വേദകർമ്മങ്ങളിലും വേദങ്ങൾ പറഞ്ഞിരിക്കുന്ന അതിനുപകരിക്കുന്ന ഘൃതാദി ദ്രവ്യങ്ങളെ നൽകുന്ന പശുക്കളിലും വേദകർമ്മങ്ങളെ അനുസരിക്കുന്ന ബ്രാഹ്മണരിലും, അവരാണല്ലോ ഇത് നടത്തുന്നവർ, സദ് ആചാരം എന്ന് പറഞ്ഞാൽ നല്ല ആചാരങ്ങൾ, അതിൽ നിഷ്ഠരായിരിക്കുന്ന നല്ല ജനങ്ങളിലും പിന്നെ നല്ല ധർമ്മങ്ങളിലും ഭഗവാനായ എന്നിലും വിദ്വേഷം ജനിക്കുന്നുവോ, പിന്നെ ഒട്ടും താമസമില്ലാതെ ഒരു താമസവും കൂടാതെ അവർ നശിക്കും, തീർച്ചയാണ് കേട്ടോ. ഈ പശുവിനെയും കാളയൊക്കെ കഴിക്കുന്നവർ, കൊന്ന് തിന്നുന്നവരുടെ കാര്യം പറയുന്നുണ്ട് ഈ കൂട്ടത്തിൽ. അത് പ്രത്യേകം നമ്മൾ ഈ BJP-ക്കാരെയും, അതായത് പല രാഷ്ട്രീയമൊന്നും പറയല്ല കേട്ടോ. അത് അവരെയൊക്കെ ഇതിനെ സംരക്ഷിക്കാൻ എന്നുള്ള ഭാവം അവർ കൈക്കൊള്ളുന്നതുകൊണ്ട് അവരെ എന്തൊക്കെ ചാണകം എന്നൊക്കെ വിളിക്കുന്നത് നമ്മളിപ്പോൾ കേൾക്കാറുണ്ട്. അത് നമ്മുടെ സംസ്കാരം, ഭാരത സംസ്കാരത്തിൽ പശുവിനുള്ള സ്ഥാനം വളരെ അത് ശരിയല്ലേ? സത്യത്തിൽ വളം തരുന്നുണ്ട്, പാല്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അവയെ നിഷ്കരണം കൊന്ന്, അതുപോലെ ബ്രാഹ്മണർ, അറിവ് തരുന്നവർ, ആരോ എന്തെങ്കിലും നല്ല അറിവ് പറഞ്ഞു തരുന്ന അവരോടുള്ള വിദ്വേഷം. എന്തിനും ഇപ്പോൾ 2 പക്ഷമുണ്ടല്ലേ? അമ്മയെ തല്ലിയാൽ 2 പക്ഷം എന്ന് പറയും. അതുപോലെ ആ പക്ഷം, അങ്ങനെ ദുർചിന്തകൾ, ദുർവിചാരങ്ങൾ, നല്ല ആളുകളോട് വിദ്വേഷം, അതുപോലെ പശുക്കളെ നമ്മൾക്ക് സഹായം ചെയ്യുന്നതിനെയൊക്കെ ഹനിക്കുന്നത്, അത് നിമിത്തം നാശമുണ്ടാകും. തീർച്ചയാണ്, അത് തീർച്ചയായ കാര്യമാണ് അവരിലൊക്കെ വൈരമുണ്ടാക്കുന്നത്. നിർവൈരായ പ്രശാന്തായ സ്വസുതായ മഹാത്മനെ പ്രഹ്ലാദായ യഥാ ദ്രുഹ്യേത് ധനിഷ്യേപി വരോർജിതം. നിർവൈരം, ഒരു വൈരമില്ലാത്തവനും മഹാനായ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നവനും ശാന്തമായ മനസ്സോടും സ്വസുതായ സ്വപുത്രനുമായ പ്രഹ്ലാദൻ്റെ നേരെ യഥാദ്രോഹിയത് എപ്പോൾ ദ്രോഹിക്കുമോ അപ്പോൾ വരത്താൽ ബലവാനാണെങ്കിലും ഹനിക്കുന്നതിന് ആ സമയത്ത് പ്രഹ്ലാദൻ്റെ നേർക്ക് വരുമ്പോൾ ഞാൻ അവനെ ഹനിച്ചു കൊള്ളാം. അവൻ്റെ ഈ ധീരപ്രവൃത്തികളും വീരപ്രവൃത്തികളും ഒക്കെ എൻ്റെ ഭക്തനായ പ്രഹ്ലാദൻ്റെ നേർ വരുമ്പോൾ ഞാനതിനെ തീർത്തുകൊള്ളാം. നാരദ ഉവാച ഇത്യുക്ത ലോകഗുരുണ തം പ്രണമ്യ ദിവൗകസഃ ന്യവർത്തന്ത ഗതോദ്വേഗ മേനിരേ ചാസുരം ഹതം. അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണു ഇതൊക്കെ പറഞ്ഞതിന് ശേഷം, കേട്ടതിന് ശേഷം ഭഗവാനെ നമസ്കരിച്ചു. അവരുടെ ഭയമെല്ലാം മാറി അവർ
ഈ കാലത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാണ്. ആ സമയത്തിന് വേണ്ടി അവനെ ഹരിക്കാനുള്ള സമയം എപ്പോൾ വരും എന്ന ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നു. തസ്യ ദൈത്യപദേ പുത്രാഹ ചത്വാര പരമാദ്ഭുത പ്രഹ്ലാദോ ഭൂന്മഹാൻ തേഷാം ഗുണൈർമഹദുപാസകഃ. ഈ ഹിരണ്യകശിപു തുടങ്ങി വച്ചിരിക്കുന്ന ആ പ്രഹ്ലാദനോടുള്ള വിരോധത്തെ വിവരിക്കാനായിട്ട് പ്രഹ്ലാദൻ്റെ അസാധാരണ വൈഭവം ആദ്യം പറയുന്നു. അത് പറയണ്ടേ? എന്നാലല്ലേ പ്രഹ്ലാദനെ ദ്രോഹിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടെന്ന് പറയണമെങ്കിൽ പ്രഹ്ലാദൻ ആരായിരിക്കണം? അതീവ ഭക്തനായിരിക്കണം. ആ ഭക്തനാകാൻ വേണ്ടിയിട്ട് ഭക്തനായ ആളിനെക്കുറിച്ചൊരു വർണ്ണന നമ്മൾക്ക് കിട്ടിയാലേ നമുക്ക് കഥ പറയുന്ന രീതി അങ്ങനെയാണ്. ഇപ്പോഴും അതുതന്നെയാണ്. നായകനെ ഉയർത്തി കാണിക്കാൻ വേണ്ടി കുറേയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയും കാണിച്ചതിന് ശേഷമാണ് ആ ആളിനോടുള്ള വിദ്വേഷം കാണിക്കാൻ തുടങ്ങിയവനെ. അപ്പം നമുക്കും തോന്നും ആ നായകനെ, ഇത്രയും നല്ല ഒരാളിനെ ഉപദ്രവിക്കുന്നവനെ കൊല്ലണം എന്നുള്ള അത് കാഴ്ചക്കാരിലുണ്ടാക്കണം എന്ന് പറഞ്ഞതുപോലെ കേൾവിക്കാരിലുണ്ടാക്കാൻ പ്രഹ്ലാദൻ്റെ മഹിമയെക്കുറിച്ച് ആദ്യം തന്നെ പറയുന്നു. 4 പുത്രന്മാരുള്ളതിൽ വെച്ച് ഈ പ്രഹ്ലാദൻ ഒരുപാട് ഗുണങ്ങളാൽ മഹാനാണ്. അവൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഹരിഭക്തന്മാരിൽ വളരെ പരമഭക്തനാണ്. ഹരിയിലല്ല, ഹരിഭക്തന്മാരിൽ വളരെ പ്രധാനമായിട്ട് നോക്കേണ്ടതാണ്. ഭഗവാനെ ആശ്രയിക്കുന്നവരോടുള്ള ആ ഭക്തി ഭഗവാനോടുള്ള ഭക്തി തന്നെയാണ്. പക്ഷേ സ്വല്പം വ്യത്യാസമുണ്ടല്ലേ? ഭഗവാൻ നമുക്ക് നേരിട്ട് എന്തും തരും. ഭഗവാന്റെ ഭക്തന്മാർ പ്രത്യേകിച്ച് വല്ലതും നമുക്ക് അവരോട് സ്നേഹം ഉണ്ടായതുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. പക്ഷെ സത്യം അതല്ലേ? അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാരോടുള്ള സ്നേഹം അത് ഭഗവാന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭക്തന്മാരെ ദ്വേഷിക്കുന്നത് എന്നെ ദ്വേഷിക്കുന്നതിന് തുല്യമാണ്. ഞാൻ അവരിൽ വിദ്വേഷിയായിരിക്കും. ഞാൻ അവരോട് പൊറുക്കുകയില്ല. എന്നെ ദ്രോഹിച്ചാൽ ഞാൻ പൊറുക്കും. എന്നെ കളിയാക്കിയാൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഭക്തന്മാരെ ഒരു വിധത്തിലും ദ്രോഹിക്കരുത്. അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് ഭഗവാൻ പല സമയത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ ഭക്തന്മാരെ ഒരിക്കലും കളിയാക്കുക, കളി പറയുക, ദ്വേഷിക്കുക, വിമർശിക്കുക ഇതൊന്നും അരുത്. നമ്മൾ സന്യാസിമാരെയൊക്കെ പറയുമ്പോഴും അതുപോലെ ഗുരുക്കന്മാരായിട്ടുള്ള ഒരുപാട് പേര് നമുക്കറിയാം. അവരെയൊക്കെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. ഒരിക്കലും അത് മനസ്സിൽ പോലും ചിന്തിക്കരുത്. ഭഗവാനെ പറഞ്ഞു, അതിന് ഭഗവാന് കുഴപ്പമില്ല. പക്ഷേ ഭക്തന്മാരെ അല്ലേ, അതിനകത്ത് നാരായണത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഭക്തൻ്റെ ദാസനാണ്, ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ദുർവാസാവിനോട് ചോദിക്കും. അല്ല, അംബരീഷ ചരിതത്തിൽ പറയുന്നുണ്ടത്. ബ്രഹ്മണ്യ ശീലസമ്പന്ന സത്യസന്ധോ ജിതേന്ദ്രിയ ആത്മവ സർവഭൂതാനാം ഏക പ്രിയ സുഹൃത്തമഃ. അത് തിരുത്തേണ്ടതായിട്ടുള്ള ഭാഗങ്ങളൊന്നുമില്ല. സർവഭൂതാനാം ഏക പ്രിയ സുഹൃത്തമഃ. എനിക്ക് ഭക്തന്മാർ സ്വഭാവമുള്ളവരായിരിക്കും, സത്യസന്ധതയുള്ളവരായിരിക്കും, ഇന്ദ്രിയങ്ങളെ ജയിച്ചവരായിരിക്കും, ആത്മാവ് പരമാത്മാവെന്ന പോലെ എല്ലാ ഭൂതങ്ങളുടെയും ഏകനായ സുഹൃത്തും ആയിരിക്കും. ദാസവത് സന്നതാര്യഘ്രി ദാസവത് സന്നതാര്യഘ്രി ദാസവത് സന്നതാര്യാഘ്രി സന്നദ്ധങ്ങളായ പാദങ്ങളോട് കൂടിയവൻ, അതായത് മഹാന്മാരുടെ പാദങ്ങളോട് അവരുടെ ദാസൻ എന്ന പോലെ നമസ്കരിക്കുന്നവൻ. ദാസവത് ദാസൻ എന്ന പോലെ ആര്യമായ, അതായത് മഹാന്മാരുടെ പിതൃവത് പിതൃക്കളെപ്പോലെ. ദാസവത് സന്നതാര്യഘ്രി ദാസവത് സന്നതാര്യഘ്രി താര്യാഘ്രി താര്യാഘ്രി ഇവിടെ നീട്ടുണ്ട്. ദാസവ സന്നതാര്യാഘ്രി പിതൃവത് ദീനവത്സലഃ ഭ്രാതൃവത് സദൃശേ സ്നിഗ്ധോ ഭ്രാതൃവത് സദൃശേ സ്നിഗ്ധോ ഗുരുഷ്വീശ്വര ഭാവന വിദ്യാർത്ഥരൂപജന്മാഢ്യോ മാന സ്തംഭ വിവർജിതഃ. എല്ലാ പദങ്ങളും കിട്ടിയില്ലേ? ഭ്രാതൃവത് സദൃശേ സ്നിഗ്ധോ ഭ്രാതൃവത് സദൃശേ സ്നിഗ്ധോ സഹോദരനെ പോലെ, ആ സദൃശേ സമാനനിൽ, സ്നിഗ്ധം സ്നേഹമുള്ളവൻ, അവനോടൊരലിവുള്ളവൻ, വിദ്യാർത്ഥ രൂപ ജന്മാഢ്യ വിദ്യ അർത്ഥം രൂപം ഇവയാൽ ശ്രേഷ്ഠ
മാനസ്തംഭ വിവർജിത, അഭിമാനം ഗർവമെന്നും ഇല്ലാത്തവർ. നോദ്വിഗ്നചിത്തോ വ്യസനേഷു നിസ്പൃഹ ശ്രുതേഷു ദുഷ്ടേഷു ഗുണേഷു അവസ്തുദൃഗ് ദാന്തേന്ദ്രിയ പ്രാണശരീരധി സദാ പ്രശാന്തകാമോ രഹിതാസുരോസുരഃ. നോ ഉദ്വിഗ്നചിത്തോ, നാ ഉദ്വിഗ്നചിത്തോ എന്നാണേ. നോ ഉദ്വിഗ്നചിത്ത, ഭീതിപ്പെടാത്ത മനസ്സോടു കൂടിയവൻ, ചിത്തത്തോടു കൂടിയവൻ. അതുപോലെ തന്നെ വ്യസനേഷു നിസ്പൃഹ ശ്രുതേഷു ദൃഷ്ടേഷു ഗുണേഷു അവസ്തുദൃക്. വ്യസനേഷു, വ്യസനങ്ങളിൽ, പിന്നെ ശ്രുതേഷു കേൾക്കപ്പെട്ടവയും, ദൃഷ്ടേഷു കാണപ്പെട്ടവയും, ഗുണേഷു വിഷയങ്ങളിൽ, അവസ്തുദൃക് പരമാർത്ഥ ബുദ്ധിയോട് കൂടാത്തവനും, അത് ഭീതപ്പെടാത്ത മനസ്സോടു കൂടിയവനും, ഇതുപോലെ ഒന്നിനോടും പരമാർത്ഥ ബുദ്ധിയോട് കൂടിയവനും ബുദ്ധിയോട് കൂടാത്തവനും, അതായത് വിഷയങ്ങളിലൊന്നും വലിയ ശ്രദ്ധയില്ലാത്തവൻ. നിസ്പൃഹ, ആഗ്രഹമൊന്നുമില്ലാത്തവൻ. ദാന്തേന്ദ്രിയ പ്രാണശരീരധി, അടയ്ക്കപ്പെട്ടിരിക്കുന്ന ദാന്തേന്ദ്രിയ, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, ശരീരം, ധി ബുദ്ധി ഉണ്ടോ. ദാന്തേന്ദ്രിയ പ്രാണ ശരീര ധി, ധി ബുദ്ധി, ശരീരം, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ എന്നിവയോട് കൂടിയവനും. പ്രശാന്തകാമഹ, ശാന്തമായ ആഗ്രഹത്തോടു കൂടി, ശാന്തമായ സ്വഭാവത്തോടു കൂടിയവനും. അസുരഹ, അസുരനാകുന്നു എങ്കിലും രഹിത അസുരഹ, ആ രഹിതമാണ്. എന്ത് രഹിതമാണ്? അസുരഭാവം രഹിതമാണ്, ഇല്ലാത്തവനുമാണ് ഈ പ്രഹ്ലാദൻ. യസ്മിൻ മഹദ് ഗുണാരാജൻ ഗൃഹ്യന്തേ കവിഭിർമുഹോ നതേനുധാപിനി നാതേധുനാപിധീയന്തേ യഥാ ഭഗവതീശ്വരേ. യസ്മിൻ മഹദ് ഗുണാരാജൻ ഗൃഹ്യന്തേ കവിഭിർമുഹോ നതേധുനാപിധീയന്തേ യഥാ ഭഗവതീശ്വരേ. അല്ലേ ഒരു രാജാവേ, ഭഗവതി ഈശ്വരേ, ആ ഭഗവാനായ ഈശ്വരനിൽ എന്ന പോലെ യാതൊരുവനിൽ മഹത്തുക്കളായ ഗുണങ്ങൾ കവികളാൽ മുഹു ഗൃഹ്യന്തേ വീണ്ടും വീണ്ടും മനസ്സിലാക്കിയിരിക്കുന്നുവോ. അധുന ഇപ്പോഴും, അഭിധീയന്തേ തിരോധാനം ചെയ്യപ്പെടുന്നു, ഇപ്പോഴും അത് മാറുന്നില്ല. എപ്പോഴും ആ ഭഗവാനോടുള്ള ഭക്തിയെക്കുറിച്ച് ശ്രേയസ്കരമായിട്ട് പറഞ്ഞിട്ടുള്ള കവികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോഴും ആ പ്രഹ്ലാദനെ പോലുള്ളവരിൽ ആ ഗുണങ്ങൾ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. എപ്പോഴും നേരത്തെ ഉണ്ടായിരുന്നത് എല്ലാ സമയത്തും നിറഞ്ഞിരിക്കുന്നു. പ്രഹ്ലാദനുള്ള മഹാഗുണങ്ങളെ കവികൾ ഇന്നും കീർത്തിക്കുന്നു, എപ്പോഴും കീർത്തിക്കുന്നു. നമ്മളും കീർത്തിക്കുമല്ലേ ഇപ്പോൾ ഇരുന്നുണ്ട്, ഇത് തന്നെ ചെയ്യുന്നു. അത് അസുരനാണ്, പക്ഷേ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഏത് കുലത്തിൽ ജനിച്ചു എന്നുള്ളതല്ല ഇവിടെ വിഷയം, എങ്ങനെ ചെയ്യുന്നു അതിനുള്ള പ്രത്യക്ഷ ഉദാഹരണമാണ് ഭാഗവതത്തിൽ ഈ അസുര കുട്ടിയായ പ്രഹ്ലാദനെ ഇത്രയധികം ശ്ലാഘിക്കുന്ന രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ പ്രഹ്ലാദ ചരിതം വളരെ വിശേഷമായിട്ട് തന്നെ ആചാര്യന്മാർ പറയാറുണ്ട്. ആചാര്യന്മാരെ കുറ്റം പറയാനൊന്നുമില്ല, ബ്രാഹ്മണരായിട്ടുള്ള ആചാര്യന്മാരൊക്കെ ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രഹ്ലാദ ചരിതം പറയുമ്പോൾ എവിടെയെങ്കിലും അതിനകത്ത് വേറെ വല്ലതും കയറ്റുന്നുണ്ടോ, ജാതി ചിന്തകളോ വല്ലതും അതിനകത്ത് തിരികെ കയറ്റുന്നുണ്ടോ? ഇല്ല. അസുരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണെന്ന്. അസുരൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഹിരണ്യകശിപുവിൻ്റെ ദുഷ്പ്രവൃത്തിയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ദുഷ്പ്രവൃത്തികളിലൊന്നും പ്രഹ്ലാദന് ഒരു അംശം പോലും പ്രഹ്ലാദന് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് എന്താ ഇത് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പുരാണങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നിഷ്പക്ഷമാണ് എന്ന് വേണം ചിന്തിക്കാനല്ലേ. വ്യാസന് വേണേൽ പ്രഹ്ലാദനെ ഇത്തിരി കുറ്റപ്പെടുത്തിയൊക്കെ വേണേൽ പറയാം, ഈ കഥയെ പറയാതിരിക്കാം. അപ്പോൾ ഈ കഥ ഏതായാലും എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും കഥയാണെങ്കിൽ ഉണ്ടാക്കി പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. എന്നാലും ഉണ്ടാക്കി പറഞ്ഞ ആളിന് ഇത് നല്ലതായിട്ട് പറയണ്ടല്ലോ. വളരെ ചീത്തയായിട്ട് പ്രകീർത്തിക്കാമായിരുന്ന കഥയായിരുന്നു. അല്ലെങ്കിൽ അസുരൻ്റെ എതിർഭാഗമാണ് നിന്നുകൊണ്ട് അവനെ കൊന്നതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ ആ കഥ വേണേൽ ഒഴിവാക്കാമായിരുന്നു. അത് പ്രത്യേകിച്ച് കൊണ്ടുവന്ന് എന്തിനാ ഭാഗവതത്തിലോട്ട് ഇതിനെ ഇങ്ങനൊരു അസുര കുട്ടിയായ ഒരു ചമച്ച് ഒരു കഥാപാത്രത്തെ, പ്രഹ്ലാദനെ പോലെ ഒരു കഥാപാത്രത്തെ വ്യാസൻ വെറുതെ ചമച്ചതാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, വെറുതെ ഉണ്ടാക്കിയതല്ല, നമുക്ക് വേണ്ടിയിട്ട് തന്നതാ. എന്താണ് നമുക്ക് വേണ്ടിയിട്ടുള്ള, നമുക്ക് തന്ന ഒരു മെസ്സേജ് എന്താ? അതിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് കുലത്തിൽ ജനിച്ചു എന്നുള്ളതല്ല, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കത് നല്ല സ്പഷ്ടമായിട്ട് തന്നെ പറയാം.
ഭാഗവതത്തിൽ ഇങ്ങനെയൊരു കാര്യമേ പറഞ്ഞിട്ടില്ല. ഈ വർണ്ണങ്ങളെക്കുറിച്ചോ ജാതികളെക്കുറിച്ചോ മതങ്ങളെക്കുറിച്ചോ ഒന്നും ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല. ഒരു സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിനകത്തും രണ്ട് വേറെ സംസ്കാരങ്ങളിൽപ്പെട്ടവർക്ക് നല്ലതാകാൻ, നല്ല സംസ്കാരത്തിലോട്ട് വരാനുള്ള ഒരു വഴിയും തുറന്നിട്ടിരിക്കുന്നു. എന്തിനാ? ഈ കഥ അതിനു വേണ്ടിയിട്ട് മാത്രം പറഞ്ഞിരിക്കുന്നതാണ്. പ്രഹ്ലാദചരിതം. യം സാധു ഗാഥാ സദസി രിപവോപി സുരാ നൃപ പ്രതിമാനം പ്രകുർവന്തി കിമുദാന്യേ ഭവാദൃശ. അല്ലയോ രാജാവേ, ജന്മന വൈരികളാണ് ആര്? ദേവന്മാരും അസുരന്മാരും. ആ മഹാഭക്തന്മാരെ ഗണിക്കുന്ന സദസ്സിൽ പ്രഹ്ലാദനെ ഉത്തമ ഭക്തനെ ദൃഷ്ടാന്തമായി പറഞ്ഞു തരുന്നു. അല്ലേ? ഉത്തമ ഭക്തനായിട്ട് പറയുന്നിടത്ത് പലയിടത്തും പ്രഹ്ലാദനെ ഉദ്ധവരെ ഒരുപോലെ പറയാറുണ്ട്. അപ്പോൾ കുലമല്ല അവിടെ. നമ്മുടെ നാട്ടിൽ നമ്മുടെ പൗരാണികരായിട്ടുള്ളവർ കുലത്തെക്കുറിച്ച് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്കത് പറയാം. ഒരു കുലം നല്ലതാണെന്ന് പൊതുവേ പറയും, പക്ഷെ അതിനകത്ത് നല്ലവരുണ്ടാകാമെന്ന് കാണിക്കുന്നു. അതിനകത്ത് പിരിക്കാനൊന്നുമില്ല കേട്ടോ. യം സാധുഗാഥാ സദസി രീപവോപി സുരാ നൃപ പ്രതിമാനം പ്രകുർവന്തി കിമുദാന്യേ ഭവാദൃശ ഗുണൈരലമസംഖ്യേയൈർ. നിർത്തുക. മാഹാത്മ്യം തസ്യ സൂച്യതേ വാസുദേവേ ഭഗവതി യസ്യ നൈസർഗികീ രതിഃ ഗുണൈരമരസംഖ്യേയൈർ. അസംഖ്യേയൈർ. ഗുണൈരലം അസംഖ്യേയൈർ എന്നാക്കണം. അസംഖ്യേയർ എന്ന് വായിക്കണം. ആ മായുടെ സ്ഥാനത്തൊരു ആ എഴുതി വെച്ചാൽ മതി. ഗുണൈരലം അസംഖ്യേയൈർ മാഹാത്മ്യം. ഐർ വരെ കഴിഞ്ഞിട്ട് മാഹാത്മ്യം വേറെ വായിക്കണം, 9ാമത്തെ അക്ഷരമായിട്ട്. ഗുണൈരലം അസംഖ്യേയൈർ മാഹാത്മ്യം തസ്യ സൂച്യതേ വാസുദേവേ ഭഗവതി യസ്യ നൈസർഗികീ രതിഃ. നൈസർഗികമായ ഇഷ്ടം ആ വാസുദേവനിൽ അവന് പരമമായ പ്രേമലക്ഷണമായ ഭക്തി ജന്മസിദ്ധമായിട്ട്, അതാണ് എന്താ നൈസർഗികി എന്ന് വെച്ചാൽ ജന്മസിദ്ധമായ ആ നൈസർഗികമായ ഇഷ്ടമാണ് തോന്നിയിരിക്കുന്നത്. ന്യസ്തക്രീഡനകോ ബാലോ ജഡവത് ജഡവത് തന്മനസ്തയാ. ന്യസ്തക്രീഡനക അതായത് വേണ്ടെന്ന് വെച്ച കളിസാധനങ്ങളോട് കൂടിയ ആ ബാലൻ. അതായത് കളിസാധനങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ബാലൻ എന്താ ചെയ്തത്? കൃഷ്ണഗ്രഹഗൃഹീതാത്മാ. കൃഷ്ണനാകുന്ന ഗ്രഹത്താൽ വശീകരിക്കപ്പെട്ട മനസ്സോടു കൂടിയവനായിട്ട് മനസ്തയാ അവനിൽ ഉറച്ച മനസ്സോട് കൂടി എന്ന ഭാവത്താൽ ജഡവസ്തു എന്ന പോലെ ഈ ലോകത്തെ ഇപ്രകാരം വേദ അറിയുന്നില്ല. ഭഗവാനെ ശ്രീകൃഷ്ണൻ്റെ കളികളെ സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങളൊക്കെ പ്രഹ്ലാദനിൽ കാണുന്നു. അത് ഇനി വരുന്ന 6 പദ്യങ്ങൾ കൊണ്ട് അത് പറയുന്നത് അതാണ്. ഭഗവാനോട് ശ്രീകൃഷ്ണനോട് മഹാവിഷ്ണുവിനോടുള്ള ഭക്തി. പ്രഹ്ലാദന് ഈ കൃഷ്ണനിൽ ലയിച്ചിരിക്കുന്നത് കൊണ്ട് ഈ സാധാരണ ആൾക്കാർ വ്യവഹാരത്തിൽ, അതായത് സാധാരണ ജീവിതത്തിൽ ഈ ലോകത്തെ ഏത് വിധം കാണുന്നു അതുപോലെ പ്രഹ്ലാദന് കാണാൻ പറ്റുന്നില്ല. പ്രഹ്ലാദൻ കാണുന്നതെല്ലാം നല്ല കാര്യങ്ങൾ, നല്ല സാത്വികമായ ഒരു ജീവിതശൈലിയായിരുന്നു ഈ അസുരക്കുട്ടിയായ പ്രഹ്ലാദനുണ്ടായിരുന്നത്. ആസീന പര്യടൻ അസ്നൻ ശയാന പ്രപിബൻ ബുഭ്രുവൻ നാനുസന്ധത്തയേ താനി ഗോവിന്ദ പരിരംഭിത. ആസീന പര്യടൻ അസ്നൻ. ആസീന ഇരിക്കുന്നവൻ, പര്യടൻ 4 ഭാഗത്തും സഞ്ചരിക്കുന്നവൻ, പര്യടനം ചെയ്യുന്നവൻ. അസ്നൻ എന്ന് പറഞ്ഞാൽ കഴിക്കുന്നവൻ, അശനം ഭക്ഷിക്കുന്നവൻ. ശയാന കിടക്കുന്നവൻ. പ്രപിബൻ കുടിക്കുന്നവൻ. ബ്രുവൻ സംസാരിക്കുന്നവൻ. ഏതാനി ഇവയെ അനുസന്ധത്തെ അതിനെ അനുസന്ധാനം ചെയ്യുന്നില്ല, അതിനെ അനുകരിക്കുന്നില്ല, അതിൻ്റെ പുറകെ പോകുന്നില്ല. ഗോവിന്ദ പരിരംഭിത ഗോവിന്ദനാൽ ആലിംഗനം ചെയ്യപ്പെട്ടവനായിട്ട് പ്രഹ്ലാദൻ ഇരിക്കുന്നു. എപ്പോഴും ഭഗവാന്റെ ലീലകളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്ന പ്രഹ്ലാദനെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ക്വചിത് രുദതി വൈകുണ്ഠ ചിന്താശബളചേതനഃ
ക്വചിത് ഹസതി തച്ചിന്താഹ്ലാദ ഉദ്ഗായതി ക്വചിത് തച്ചിന്താഹ്ലാദ. ഒന്നിച്ച് വായിക്കണേ അത് ആ വാക്ക്. അത് നമ്മളൊന്ന് ഒരു പോസ് കൊടുത്തങ്ങ് വായിച്ചു പോയാൽ മതി. 8 അക്ഷരം വരുമ്പോൾ പിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ക്വചിത് രുദതി വൈകുണ്ഠ ചിന്താശബള ചേതന ക്വചിത് ഹസതി തച്ചിന്താഹ്ലാദ ഉദ്ഗായതി ക്വചിത്. ക്വചിത് ക്വചിത് എന്ന് എപ്പോഴും വരാനുണ്ടല്ലേ, കം എന്നൊക്കെ ചോദ്യം പോലെ പറയുന്നത്, കഹ എന്ന് പറയുന്നത്. ഇത് ക്വചിത് ചിലപ്പോൾ, ക്വചിത് വൈകുണ്ഠ ചിന്ത, വൈകുണ്ഠത്തെക്കുറിച്ചുള്ള ചിന്തയോട് ചേർന്നിരിക്കുന്ന മനസ്സോട് കൂടിയവനായിട്ട്, രുദതി കരയുന്നു, ചിന്ത ആഹ്ലാദ അവനെക്കുറിച്ചുള്ള, അതായത് ഭഗവാനെക്കുറിച്ചുള്ള ചിന്ത ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയവനായിട്ട് ഇരിക്കുന്നു. ക്വചിത് ചിലപ്പോൾ ഹസതി ചിരിക്കുന്നു, വെറുതെ ഇരുന്നേ, അതായത് ഭഗവാനെക്കുറിച്ച് ആലോചിച്ച് ചിരിക്കുന്നു. ചിലപ്പോൾ ഉദ്ഗായതി ഉച്ചത്തിൽ പാടുന്നു, ഉദ്ഗായതി പാടുന്നു, ഉദ്ഗായതി ഉറക്കെ പാടുന്നു. ഉദ് എന്ന് പറഞ്ഞാൽ ഉത്സവം എന്ന് വെച്ചാൽ ഉറക്കെ മുകളിലോട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഉദ്ഗായതി ഉച്ചത്തിൽ പാടുന്നു. നദതി ക്വചിത് ഉത്കണ്ഠോ വിലജ്ജോ നൃത്യതി ക്വചിത് ക്വചിത് തദ്ഭാവനായുക്തഃ തന്മയോനുചകാരഃ. അവിടുത്തെ സ വെട്ടിക്കളഞ്ഞേരെ, തദ്ഭാവനായുക്തഃ, അവിടെ യുക്തഃ എന്ന് പറഞ്ഞിട്ട് തന്മയോനുചകാരഃ. നദതി ക്വചിത് ഉത്കണ്ഠോ വിലജ്ജോ നൃത്യതി ക്വചിത് ക്വചിത് തദ്ഭാവനായുക്തഃ തന്മയോനുചകാരഃ. ചിലപ്പോൾ വളരെ ദൂരത്തിൽ ഭഗവാനെ നോക്കിയിട്ട് ഉറക്കെ, ദൂരെ എവിടെയോ കണ്ടിട്ട് പറയുന്നത് പോലെ, നമ്മളൊരു ദൂരെ നിൽക്കുന്ന ആളോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്, ഇവിടെ നിന്ന് ഉറക്കെ പറയും. അതുപോലെ ഹേ കൃഷ്ണ, അല്ലയോ പ്രഭോ, ഭക്തവത്സല എന്നൊക്കെ വിളിക്കും. ചിലപ്പോൾ വളരെ പ്രഹ്ലാദ, നീ എൻ്റെ വളരെയധികം പ്രിയനാണ്, നിന്നെ കാണാതെ എനിക്ക് സുഖമില്ല എന്നിങ്ങനെ തന്നോട് പറയുന്നതായിട്ട്, ഭഗവാൻ പറയുന്നതായിട്ട് ഓർത്ത് ആനന്ദം കൊണ്ട്, സന്തോഷം കൊണ്ട് നൃത്തമാടും, താണ്ഡവം ചെയ്യും. ചിലപ്പോൾ ഭഗവാൻ പ്രത്യക്ഷമായിട്ട് കാണാതെ ഭഗവാന്റെ ചിന്ത കൊണ്ട് ആനന്ദമത്തനായിട്ട് തൻ്റെ അഭേദ ഭാവനയ്ക്ക് അധീനമായിട്ട്, ഞാനും ഭഗവാൻ രണ്ടല്ല ഒന്നാണെന്നുള്ള ആ ഒരു തലത്തിലോട്ട് എത്തിയിട്ട് ലീലകൾ അഭിനയിക്കും. ഭഗവാൻ ചെയ്ത ലീലകൾ താനും ഭഗവാനും ഒന്നാണെന്നുള്ള ചിന്ത വരെ ഈ പ്രഹ്ലാദനെത്തും. കൊച്ചുകുട്ടി ക്വചിത് ഉത്പുളകസ്തൂഷ്ണീം ആസ്തേ സംസ്പർശ നിർവൃതഃ അസ്പന്ദ പ്രണയാനന്ദ സലിലാമീലിതേക്ഷണഃ. ക്വചിത് ഉത്പുളകസ്തൂഷ്ണീം, അവിടെ സ്തൂഷ്ണീം നാക്കുക, പിന്നെ ആസ്തേ സംസ്പർശ നിർവൃതഃ. ഉത്പുളകം അതായത് നമുക്ക് രോമാഞ്ചമുണ്ടാകുന്ന ആ സ്പർശന നിർവൃത, സുഖകരമായ സ്പർശനത്താൽ ഭഗവാനൊന്ന് സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സുഖം അനുഭവിക്കുന്നതായിട്ട് തോന്നും. അസ്പന്ദ പ്രണയാനന്ദ സലിലാമീലിതേക്ഷണ, ആ സ്ഥിരമായ ഭഗവാനോടുള്ള ആ സ്നേഹം കൊണ്ട് ഇങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ജലം ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്ന അതുപോലെ മൗനമായിരിക്കും. ഭഗവാനോടുള്ള സ്നേഹത്തിനെക്കുറിച്ച് വർണ്ണിക്കുന്നതായിരുന്നു ഈ 6 പദ്യങ്ങൾ. സ ഉത്തമ ശ്ലോകപദാരവിന്ദയോർ നിഷേവയാ കിഞ്ചന സംഗലബ്ധയാ, അകിഞ്ചന സംഘലബ്ധയ, അകിഞ്ചനന്മാരുടെ സംഘത്താൽ എന്നാണ് ആ വാക്ക്. നിഷേവയാകിഞ്ചന സംഘലബ്ധയ, അകിഞ്ചന സംഘം, അകിഞ്ചനന്മാരുമായിട്ടുള്ള സംഘത്താൽ, അതായത് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരെ അകിഞ്ചനന്മാർ. സ ഉത്തമ ശ്ലോകപദാരവിന്ദയോർ നിഷേവയാ കിഞ്ചന സംഘലബ്ധയാ തന്വൻ പരാം നിർവൃതിമാത്മനോ മുഹുർ ദുസ്സംഗതീനാന്യമനഃശമം യഥാത്. ദുസ്സംഗതീനാന്യമനഃശമം യഥാത്, ആ ദുസ്സംഗത്താൽ, ദുസ്സംഗതീനാന്യതമ, ദുഃഖിതന്മാരായ അന്യരുടെ മനസ്സിൽ ശാന്തി ജനിപ്പിച്ചു. അതായത് ഈ ലൗകികമായ എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് വേണ്ടെന്ന് വെച്ചിട്ട് ഭഗവാനിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തിയിട്ട് ഞങ്ങളെപ്പോലെയുള്ളവരുടെ, അതായത് നാരദരെ പോലെയുള്ളവരുടെ സംസർഗം കൊണ്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ
സ്ഥിരമായിട്ട് സേവിച്ചുകൊണ്ടിരിക്കുന്ന പ്രഹ്ലാദൻ തൻ്റെ മനസ്സിന് പരമാനന്ദത്തെ വളരെയധികം വർദ്ധിപ്പിക്കുകയും അതുപോലെ ഈ വിഷയങ്ങളുമായിട്ടുള്ള ചേർച്ചയെ നിമിത്തം ക്ലേശിക്കുന്ന മറ്റുള്ളവർ, വിഷയങ്ങളോട് സംഘം ഉണ്ടാകുമ്പോൾ നമുക്ക് ക്ലേശമാണ്, മനസ്സിന് എപ്പോഴും ക്ലേശമാണ്, ഉത്കണ്ഠകളാണ് എപ്പോഴും, ശാന്തി ഉണ്ടാക്കുകയും ചെയ്തു. തസ്മിൻ മഹാഭാഗവതേ മഹാഭാഗേ മഹാത്മനി ഹിരണ്യകശിപു രാജൻ നിർത്തുക. അകരോത് അഹം ആത്മജേ, അകരോത് അഹം ആത്മജേ, അകരോത് അഖം അകരോത്, അഖം പാപം, അകരോത് ചെയ്തു, അഖം അകരോത് ദ്രോഹം ചെയ്തു, അകരോത് ചെയ്തു എന്നാണ് കേട്ടോ, ചെയ്തില്ലെന്നല്ല, അകരോത് ചെയ്തു. അല്ലയോ രാജാവേ, ഈ ഉത്കൃഷ്ടനായ ആ ഭഗവത് ഭക്തനും ഭാഗ്യവാനുമായ ആ പുത്രനിൽ ഹിരണ്യകശിപു ഒരുപാട് പാപം ദ്രോഹം ചെയ്തു. യുധിഷ്ഠിര ഉവാച, യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുന്ന നാരദൻ, ദേവർഷ ഏതദിച്ഛാമോ വേദിതും തവ സുവ്രത യഥാത്മജായ ശുദ്ധായ പിതാദാ സാധവേ ഹ്യഖം ഹി അഖം. അപ്പം യുധിഷ്ഠിരൻ പറയുക, ഭഗവത് സേവാപരമായ വ്രതത്തോടു കൂടിയിരിക്കുന്ന അല്ലയോ ദേവർഷി, നാരദന് ഒരു മഹിമയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത്രയുള്ള അങ്ങനെയുള്ള നാരദരെ ഈ പരിശുദ്ധമായ സ്വഭാവവും ഭഗവാനിൽ പരമമായ ഭക്തിയുമുള്ളവ സാധുവായ ആ പുത്രനെ പിതാവ് ദ്രോഹിക്കാനുണ്ടായ കാരണം എന്താണ്? അതെനിക്ക് അങ്ങയിൽ നിന്നറിയാൻ ആഗ്രഹമുണ്ട്. ചോദ്യമാ. പുത്രാൻ വിപ്രതികൂലാൻ സ്വാൻ പിതര പുത്രവത്സലാഹ ഉപാലഭന്തേ ശിക്ഷാർത്ഥം നൈവാഖമപരോ യഥാ കിമുദാനുവശാൻ സാധൂൻ താദൃശാൻ ഗുരുദേവതാൻ, കിമുദാനുവശാൻ സാധൂൻ താദൃശാൻ ഗുരുദേവതാൻ. വിപ്രതികൂലാൻ വിപരീതന്മാരായാൽ കൂടി സ്വന്തം പുത്രന്മാരെ പുത്രൻ വാത്സല്യം ഉള്ള മാതാപിതാക്കൾ ശിക്ഷാർത്ഥം അറിവുണ്ടാക്കുവാനായിക്കൊണ്ട് അപേക്ഷിക്കുന്ന സാധാരണ അപര യഥ അന്യനെന്ന പോലെ ദ്രോഹത്തെ, അഖം ദ്രോഹം, പാപം ദ്രോഹം എന്നൊക്കെ പറയും, ന കുറുവന്തി ചെയ്യുന്നില്ല ഒരിക്കലും, നിശ്ചയമാണ്. അനുവശാൽ സ്വാധീനന്മാരും സദാചാരനിഷ്ഠന്മാരും ഗുരുക്കന്മാരെ ദൈവമായി കരുതുന്നവർ, ഗുരുക്കന്മാരെ സാക്ഷാൽ ഭഗവാനായി കരുതുന്ന, തനിക്ക് ഉള്ള അജ്ഞാനത്തെ ഇല്ലാതാക്കി അറിവിനെ പറഞ്ഞു തരുന്ന ആളാരാണോ അയാളാണ് ഗുരു. അപ്പോൾ ആ ഗുരുവിനെ ദൈവമായി കരുതുന്നവരുമായ ആ തരക്കാരെ കുറിച്ച് പ്രത്യേകം പറയണോ? ഇതെന്താ ഇങ്ങനെ എന്ന് യുധിഷ്ഠിരൻ ചോദിക്കുന്നേ. ഏതത് കൗതൂഹലം ബ്രഹ്മൻ അസ്മാഹം വിധമപ്രഭോ പിതുപുത്രായ യദ്വേഷോ മരണായ പ്രയോജിത. ആ പുത്രൻ്റെ നേർക്ക് യദ്വേഷ എങ്ങനെ വിരോധം പ്രയോജിക്കപ്പെട്ടുവോ തതെന്ന് പറഞ്ഞാൽ അത് പിതാവിൻ്റെ മരണത്തിനായിക്കൊണ്ട് ഭവിച്ചുവെന്നുള്ള ആ ഞങ്ങളുടെ ആ കഥ ഭവിച്ചുവെന്നുള്ള അസ്മാകം ഞങ്ങളുടെ അത് ഞങ്ങൾക്കറിയാനുള്ള ആ കൗതുകത്തെ അല്ലയോ ബ്രഹ്മൻ പ്രഭോ, എല്ലാം അറിയുന്നവനായ ഗുരുവേ, അങ്ങ് അതില്ലാതാക്കിയാലും വിധമ എന്ന് വെച്ചാൽ ഇല്ലാതാക്കി കളഞ്ഞാലും എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിവിനെ പറഞ്ഞു തന്നാലും, ഞങ്ങളുടെ ആജ്ഞത മാറ്റി തന്നാലും, അത് പറഞ്ഞു തന്നാലും എന്ന് പറയുക. ഇത് ശ്രീമദ് ഭാഗവതേ എന്നുള്ളത് വായിക്കണം. ഏതത് കൗതൂഹലം ബ്രഹ്മൻ, പിന്നെ അസ്മാകം, ബ്രഹ്മൻ കഴിഞ്ഞിട്ട് അസ്മാകം വിധമ പ്രഭോ പിതുപുത്രായ യദ്വേഷോ മരണായ പ്രയോജിത. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ സപ്തമസ്കന്ധേ അസത് വാസന നിരൂപണ പ്രകരണേ നിവൃത്തി നിരൂപണ പ്രകരണം നാമ ചതുർത്ഥോധ്യായ. ഹരി ഓം.